നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. സാമ്പിൾ വെടിക്കെട്ട് നാളെ. ചമയ പ്രദർശനത്തിനും നാളെ തുടക്കമാകും. നാളെയും മറ്റന്നാളും ചമയ പ്രദർശനമുണ്ടാകും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂരനഗരിയിൽ മോക്ക് ഡ്രിൽ നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. തൃശൂർ പൂരം വിളംബരം നടത്തി കോർപ്പറേഷൻ. പൂരം വിളംബരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പൂര വിളംബരം ശക്തനിൽ സമാപിച്ചു. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഒരു നൂറ്റാണ്ടിലധികമായുള്ള പതിവ് ഇക്കുറിയും തെറ്റിക്കാതെ റെയിൽവേ. പൂരത്തിന് ഈ വർഷവും താൽക്കാലിക സ്റ്റോപ്പുകളും അധിക സൗകര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമാണെന്നും സുരേന്ദ്രൻ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിനു സമീപത്തു നിന്ന് 180 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടി. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് നാളെ വൈകിട്ട് കൊടിയേറും. നാളെ സാമ്പിൾ വെടിക്കെട്ടും നടക്കും. ഈ മാസം 11-നാണ് താലപ്പൊലി. ചെപ്പാറയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. 9-10 തീയതികളിലാണ് വാഹന പ്രചരണ ജാഥ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു. റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സ്മരണിക പ്രകാശനം ചെയ്തു. പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാവിൽക്കടവിൽ സ്മൃതിജാഥ സംഗമവും വളണ്ടിയർ മാർച്ചും നടന്നു. തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ CC മുകുന്ദൻ MLA നിർവഹിച്ചു. മതസൗഹൃദ കൂട്ടായ്മയിൽ പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് ഫ്രണ്ട്സ് സ്വയം സഹായം സംഘടിപ്പിച്ച അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പേരിൽ നൽകുന്ന ഗുരുഗോവിന്ദം പുരസ്കാരത്തിന് കലാമണ്ഡലം ഷൺമുഖദാസിനെ തിരഞ്ഞെടുത്തു. ചടങ്ങിൽ ഗുരുകൃപ കലാക്ഷേത്രത്തിന്റെ 2ാം വാർഷികാഘോഷം നടന്നു. മായനൂർ VLP സ്കൂളിലെ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള അപ്രിസിയേഷൻ സെറിമണി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം EK മനോജ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നീലങ്കാവിൽ ഫാമിലി അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 149 സൗജന്യ ഡയാലിസിസ് പദ്ധതിക്ക് തുടക്കമായി. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സൗജന്യ ഡയാലിസിസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മലാക്ക ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനവും OP സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷനും തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഫർക്ക തൃശൂർ താലൂക്ക് ദേശീയ ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിരുന്ന MK കുട്ടന്റെ നിര്യാണത്തിൽ അന്തിക്കാട് ചെത്ത് തൊഴിലാളി യൂണിയൻ അനുശോചിച്ചു. അനുശോചന യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു.
കാവ്യശിഖയുടെ സംസ്ഥാന ശില്പശാലയായ ഖദർ സാഹിത്യ ശില്പശാല 9, 10, 11 തീയതികളിൽ നടക്കും. 3 ദിവസങ്ങളിലായി കേരളവർമ്മ കോളേജിൽ നടക്കുന്ന ശില്പശാലയിൽ 150ഓളം പേർ പങ്കെടുക്കും. നമ്മുടെ പൂരം എന്ന പേരിൽ പ്ലാസ്റ്റിക് ആനയെ ഇറക്കി തൃശൂർ പൂരത്തെ തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി അപമാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഘോഷയാത്രയിൽ റിമോട്ട് ആനയെ ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് BJP ചടങ്ങ് ബഹിഷ്കരിച്ചു. മേളക്കാരും പ്രതിഷേധമറിയിച്ചു. മുരിയാട് പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ആനന്ദപുരം എടയാറ്റുമുറിയിൽ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെയാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രതിപക്ഷവും ചേർന്ന് അട്ടിമറിക്കുകയാണെന്ന് LDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. LDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെയ് 20 മുമ്പായി മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. തോളൂർ പഞ്ചായത്തിൽ കുഴമ്പുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി പശുക്കൾക്കുള്ള പ്രതിരോധ വാക്സിൻ വിതരണോദ്ഘാടനം നടന്നു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പ്രതിരോധ വാക്സിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പൂരത്തിന് ഇത്തവണയും സേവനവുമായി സേവാഭാരതി. അടിയന്തര ഘട്ടങ്ങളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച 500 വളണ്ടിയർമാരടക്കം 1000 വളണ്ടിയർമാരെ വിന്യസിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിവലിലേക്ക് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയായ VS നന്ദകിഷോർ തിരഞ്ഞെടുക്കപ്പെട്ടതായി സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഈ മാസം 10-നാണ് ഫെസ്റ്റ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം അന്നും ഇന്നും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻ വാർത്താ അവതാരകൻ R ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി വിത്ത് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. SSKയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. മായന്നൂർ കലംകണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നാളെ സമാപിക്കും. ഭാഗവതരത്നം അരവിന്ദാക്ഷൻ നെടുങ്ങാടിയാണ് യജ്ഞാചാര്യൻ. തൃക്കൂർ പഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത്. നവീകരിച്ച നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പഞ്ചകർമ്മ ബ്ലോക്കിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ടിജോ ജോയ് മുള്ളക്കര കാർമ്മികത്വം വഹിച്ചു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന് കൊടിയേറി. മെയ് 9 വരെയാണ് ആറാട്ടുത്സവം. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.